ട്രംപ് സ്വയം ഒരു കോമാളിയായിട്ട് അവതരിക്കുകയാണ്. അദ്ദേഹം ഒരു കോമാളിത്തരാണ് അദ്ദേഹത്തിന് തന്നെ അറിയാം അദ്ദേഹം കോമാളിത്തരാണ് കാണിക്കുന്നത് ഒരു വശത്ത്. മറുവശത്ത് നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ അൺപ്രഡിക്റ്റബിളായിട്ട് പെരുമാറുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു US പ്രസിഡൻറ്റ് ഡേഞ്ചറസ് ആയിരിക്കുമോ അല്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മറ്റ് ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് ട്രംപിനെ അമേരിക്കൻ വിലയിരുത്തുന്നത്? ഇയാളൊരു ഡേഞ്ചറസ് ആളാണോ, അതല്ല ഇയാൾ തമാശക്കാരനാണോ, ഇയാളിത് സീരിയസ് ആയിട്ട് പറയുന്നതാണോ, സീരിയസ് ആയിട്ട് ചെയ്യുമോ? ഇങ്ങനെയുള്ള പ്രശ്നമുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ട്രംപ് തൻ്റെ ഉള്ളിലെ ഫാഷിസ്റ്റിനെ ഒരു കോമാളിയായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ഉദാഹരണമായിട്ട് ചിലർക്ക് ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മുസോളിനിയും അഡോൾഫ് ഹിറ്റ്ലറും ഒക്കെ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് അവർ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള മാധ്യമപ്രവർത്തകർ പിന്നീട് എഴുതിയിട്ടുള്ള അനുഭവക്കുറിപ്പുള്ളി പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന് അങ്ങനൊരു വിവരമുണ്ടോ? ഇപ്പോൾ മുസോളിനെ പറ്റി പറയാം, മുസോളിനി കണ്ട അങ്ങനെ ഒരു ഡിക്റ്റേറ്ററാവുമെന്ന് തോന്നുന്നില്ല. വളരെ നെയ്വായിട്ട് സംസാരിക്കുന്ന നാടൻ ഭാഷയിലൊക്കെ സംസാരിക്കുന്ന ആളാണ് മുസോളിനി. അഡോൾഫ് ഹിറ്റ്ലറാണെങ്കിൽ വളരെ പോളിഷായിട്ട് സംസാരിക്കുന്ന ആളാണ് എന്നാണ് പറയുക. ആർക്കും അങ്ങനെ മനസ്സിലാക്കാൻ കഴിയില്ല. ട്രംപ് യഥാർത്ഥത്തിൽ ഒരു ഫാഷിസ്റ്റാണ്. ആ ഫാഷിസ്റ്റ് ആണെന്നത് ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കാൻ വേണ്ടി അയാൾ കോമാളിത്തരം കാണിക്കുന്നു, അൺപ്രഡിക്റ്റബിളായിട്ട് പെരുമാറുന്നു. ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ മറ്റ് രാജ്യങ്ങൾ ഡീലിംഗ് വിത്ത് US എന്നുള്ളത് അത് അസാധ്യമാവുകയാണ്. US എന്ന് പറയുന്നൊരു ഭരണ എസ്റ്റാബ്ലിഷ്മെൻറ്റിനോടല്ല അത് എൻഗേജ് ചെയ്യുന്നത്. ഈ കാര്യം ഇറാന് നന്നായി അറിയാം. ഇതാണ് ഇതിലെ മർമ്മപ്രധാനമായ പ്രശ്നം. ഇറാൻ എന്തുകൊണ്ടാണ് 10 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വെടിനിർത്തൽ തയ്യാറായത്? ആ 10 നിർദ്ദേശങ്ങൾ അത് വായിച്ചു പോകുന്ന ഏത് കൊച്ചുകുട്ടിയും മനസ്സിലാവും ഇത് അമേരിക്കയെ സമ്മതിക്കാൻ പോകുന്നില്ല, ട്രംപ് സമ്മതിക്കാൻ പോകുന്നില്ല. അതായത് കുറച്ച് ഹാർഡായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇറാൻ്റെ തന്ത്രം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊന്നും അമേരിക്ക അംഗീകരിക്കാൻ പോകുന്നില്ല. ഇനി മാത്രമല്ല, ഇത് തുടർന്നും പ്രഷറൈസ് ചെയ്തുകൊണ്ട് ഇറാനെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇറാൻ നന്നായിട്ട് അറിയാം. ഇപ്പോൾ വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ എങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഞങ്ങൾ യുറേനിയം തന്നേക്കാം, ഞങ്ങൾ ബാലിസ്റ്റിക് മിസൈൽ ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ ഈ ട്രംപിൻ്റെ ആവശ്യങ്ങൾ പൂർണ്ണമായും ഇറാൻ അങ്ങ് വഴങ്ങിയെന്ന് വിചാരിക്കുക. ഇറാനെ ട്രംപ് വെറുതെ ആടാൻ പോകുന്നുണ്ടോ? ഇല്ല. ട്രംപ് ഇറാനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന നയതന്ത്രപരമോ സൈനികവുമായ യുദ്ധത്തിലേക്കാണ് നയിക്കുക. അത് ഇറാനെ കോണർ ചെയ്യാനും ഇറാനെ ഒരു തരത്തിലും ആ മേഖലയിൽ ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കോണർ ചെയ്യുക, അത് തന്നെയാണ് ട്രംപിൻ്റെ ലക്ഷ്യം.